നമസ്കാരം. മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചുള്ള ഈ റിപ്പോർട്ടുകളിലേക്കുള്ള നമ്മുടെ ഡീപ്പ് ഡൈവിലേക്ക് സ്വാഗതം. ഇത് വായിച്ചപ്പോൾ എന്നെ ശരിക്കും അതിശയിപ്പിച്ചൊരു കാര്യത്തിൽ നിന്ന് തുടങ്ങിയാലോ. നമ്മുടെ ശരീരം ഒരു ട്രാഫിക് ബ്ലോക്കിനെ കാണുന്നത് പണ്ടൊരു പുലിയെ കാണുന്ന അതേ പേടിയോടെയാണത്രേ. നമ്മുടെ ഉള്ളിലെ ആ പഴയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതുവരെ അപ്ഡേറ്റ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലുള്ളവർക്ക് എന്തുകൊണ്ടാണ് ഇത്രയധികം സ്ട്രെസ്? ഇതിൽ നിന്ന് പുറത്തു വരാൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് അൺപാക്ക് ചെയ്യാൻ പോകുന്നത്. ആ പുലിയുടെ ഉദാഹരണം വളരെ ശരിയാണ്. നമ്മുടെ ശരീരത്തിൽ ഒരു ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ആക്സിലറേറ്ററും ബ്രേക്കും പോലെ. അതെ, അത് തന്നെ. ഒരു ആക്സിലറേറ്ററും പിന്നെ ഒരു ബ്രേക്കും. അപകടം കാണുമ്പോൾ ശരീരം ആക്സിലറേറ്ററിൽ കാലമർത്തും. അതാണ് ആ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സംഭവം. അതോടൊപ്പം കോർട്ടിസോൾ എന്നൊരു ഹോർമോൺ ശരീരത്തിൽ നിറയും. കോർട്ടിസോൾ കേട്ടിട്ടുണ്ട്. ഈ കോർട്ടിസോൾ എപ്പോഴും ഒരു വില്ലൻ മാത്രമല്ല, രാവിലെ നമ്മളെ ഉണർത്തുന്ന ഒരു അലാറം കൂടിയാണ്. പക്ഷേ ഓഫീസിലെ ഡെഡ്ലൈൻ വരുമ്പോഴും ആ അലാറം നിർത്താതെ അടിച്ചുകൊണ്ടിരുന്നാലോ? അതാണ് പ്രശ്നം. അതെ, ശരീരം എപ്പോഴും ഒരു അടിയന്തരാവസ്ഥയിലാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു. അതാണ് ദീർഘകാലത്തേക്ക് ഹൃദ്രോഗം പോലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്. അപ്പോ ശരീരത്തിന്റെ ഈ പഴയ പ്രതികരണവും നമ്മുടെ പുതിയ സാമൂഹിക സമ്മർദ്ദങ്ങളും ചേരുമ്പോഴാണ് കാര്യങ്ങൾ വഷളാകുന്നത്, അല്ലേ? ഈ റിപ്പോർട്ടുകളിലെ കേരളത്തെക്കുറിച്ചുള്ള ഭാഗം ശരിക്കും കണ്ണു തുറപ്പിക്കുന്നതാണ്. ഗൾഫിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട് മടങ്ങി വരുന്നവരുടെ കാര്യം തന്നെ എടുക്കാം. അതെ, അവിടെയാണ് ഇതിലെ ഒരു അപ്രതീക്ഷിതമായ കാര്യം. പലരും കരുതുന്നത് സാമ്പത്തിക പ്രശ്നമാണ് അവരുടെ പ്രധാന സമ്മർദ്ദമെന്നാണ്. പക്ഷേ അല്ല, ഈ റിപ്പോർട്ടുകൾ പറയുന്നത് തിരിച്ചാണ്. നാട്ടുകാരെന്തു വിചാരിക്കും, ഗൾഫിൽ പോയിട്ട് എന്തുണ്ടാക്കി എന്ന ആ ഒരൊറ്റ ചോദ്യം, അതാണ് പലരെയും തളർത്തുന്നത്. അതായത് സാമ്പത്തിക ഭീഷണിയേക്കാൾ വലുതായി നമ്മുടെ തലച്ചോറ് കാണുന്നത് ഈ സാമൂഹികമായ ഒറ്റപ്പെടലിനെയാണ്. അത് നമ്മുടെ അതിജീവനത്തിന്റെ ഭാഗമായിട്ട് പണ്ടേ ഉറച്ചുപോയൊരു കാര്യമാണ്. അതെ, സാമൂഹിക സമ്മർദ്ദം തന്നെയല്ലേ നമ്മൾ വിദ്യാഭ്യാസ രംഗത്തും കാണുന്നത്. പരീക്ഷയിലെ മാർക്ക് കുട്ടിയുടെ കഴിവല്ല, അതൊരു കുടുംബത്തിന്റെ സ്റ്റാറ്റസായി മാറുകയാണ്. ശരിയാണ്. പരീക്ഷയിൽ തോൽക്കുന്നത് ലോകം അവസാനിക്കുന്നതിന് തുല്യമായി കാണുന്നു. മാനസികാരോഗ്യത്തിന് സഹായം തേടിയാൽ ചിലപ്പോൾ വിവാഹാലോചനയെ ബാധിക്കുമോ എന്ന് പേടിക്കുന്നവരും കുറവല്ല. അപ്പോ ഈ കുട്ടികളും ഗൾഫിൽ നിന്ന് വന്നവരുമൊക്കെ അനുഭവിക്കുന്നത് ഒരേ കാര്യമാണ്: നിയന്ത്രിക്കാനാവാത്ത സാഹചര്യങ്ങളോടുള്ള ഒരു പ്രതികരണം. അതെ, പക്ഷേ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഈ പ്രതികരണത്തെ നിയന്ത്രിക്കാൻ നമ്മുടെ ശരീരത്തെ തന്നെ പഠിപ്പിക്കാൻ പറ്റും. അതാണ് ഈ റിപ്പോർട്ടുകളിലെ അടുത്ത ഭാഗം പറയുന്നത്. അതിലെ ചില പ്രായോഗിക വഴികൾ ഏതൊക്കെയാണ്? ഒരാൾക്ക് സ്വന്തമായി എവിടെ തുടങ്ങാൻ പറ്റും? ഏറ്റവും ലളിതമായ ഒന്നാണ് ശ്വാസം നിയന്ത്രിക്കുന്നത്. ബോക്സ് ബ്രീതിംഗ് എന്നൊന്നുണ്ട്. 4 സെക്കൻഡ് ശ്വാസം ഉള്ളിലേക്കെടുക്കുക, 4 സെക്കൻഡ് പിടിച്ചുവെക്കുക, 4 സെക്കൻഡ് പുറത്തേക്ക് വിടുക. അതെ, പിന്നെ 4 സെക്കൻഡ് ശ്വാസം ഇല്ലാതെ നിൽക്കുക. ഇതൊരു ചതുരം പോലെ ആവർത്തിക്കുക. ഇത് ചെയ്യുമ്പോൾ നമ്മൾ തലച്ചോറിനൊരു സിഗ്നൽ കൊടുക്കുകയാണ്, പേടിക്കാനൊന്നുമില്ല, എല്ലാം ശാന്തമാണെന്ന്. ശരീരത്തിന്റെ ബ്രേക്കില് പതിയെ ചവിട്ടുന്നത് പോലെ. അത് തന്നെ. പിന്നെ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ അഥവാ PMR എന്നൊരു വിദ്യയുമുണ്ട്. കാലിലെ വിരലുകൾ മുതൽ മുഖത്തെ പേശികൾ വരെ ഓരോന്നായിട്ട് മുറുക്കി പിന്നെ അഴിച്ചുവിടുക. ആ സമ്മർദ്ദം ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് നമുക്ക് ശരിക്കും അനുഭവിക്കാൻ പറ്റും. ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയത്. നമ്മുടെ സാധാരണ മത്തിയും അയലയും വിഷാദം കുറയ്ക്കാൻ സഹായിക്കുമെന്ന്. തീർച്ചയായും. അതിലെ ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ തലച്ചോറിന്റെ പ്രവർത്തനത്തിന് വളരെ നല്ലതാണ്. മറ്റൊന്നും നമ്മുടെ മുരിങ്ങയിലയാണ്. മുരിങ്ങയിലയോ? അതെ, മുരിങ്ങയില ഒരു അഡാപ്റ്റജനാണ്. അതായത് ശരീരത്തിന്റെ സമ്മർദ്ദത്തോടുള്ള പ്രതികരണത്തെ അത് സന്തുലിതമാക്കാൻ സഹായിക്കും. അതായത് നമ്മുടെ നാട്ടിൽ എവിടെയും കാണുന്ന മുരിങ്ങയിലയ്ക്ക് ശരീരത്തിന്റെ സ്ട്രെസ് തെർമോസ്റ്റാറ്റ് ക്രമീകരിക്കാൻ കഴിവുണ്ടെന്ന്, അല്ലേ? ഇത് വളരെ രസകരമാണ്. പരിഹാരം തേടി നമ്മൾ എങ്ങോട്ടൊക്കെയോ പോകുമ്പോൾ ചിലപ്പോൾ ഉത്തരം നമ്മുടെ തൊടിയിൽ തന്നെ ഉണ്ടാകും. ഇതൊക്കെ സ്വയം ചെയ്യാവുന്ന കാര്യങ്ങൾ. ഇനി സഹായം വേണമെന്നുണ്ടെങ്കിലോ? ഇനി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. എന്തുകൊണ്ടാണ് ഇവർ ആശയവിനിമയത്തിനായി വാട്സാപ്പ് മാത്രം, അതും ഒരൊറ്റ നമ്പർ 9633300287 തെരഞ്ഞെടുത്തത്? ഈ നമ്പറുകളിൽ വിളിക്കാൻ ഒരു മടിയും വിചാരിക്കരുത്. സഹായം തേടുന്നത് ഒരു കുറവല്ല, അതൊരു ധൈര്യമാണ്. അപ്പോ ഈ ഡീപ് ഡൈവിൽ നിന്ന് എനിക്ക് മനസ്സിലായ പ്രധാന കാര്യം ഇതാണ്: സ്ട്രെസ് എന്നത് ഒരു ശത്രുവല്ല,
അതൊരു പഴയ സിസ്റ്റത്തിന്റെ അപ്ഡേറ്റ് ആവാത്ത ഒരു പ്രോഗ്രാം പോലെയാണ്. കേരളത്തിലെ ഗൾഫ് മടക്കം, വിദ്യാഭ്യാസ മത്സരം പോലുള്ള സാമൂഹിക സാഹചര്യങ്ങൾ ഈ പ്രോഗ്രാമിനെ എപ്പോഴും ഓണാക്കി വെക്കുന്നു. പക്ഷേ നമ്മുടെ ശ്വാസം, ഭക്ഷണം, ചിന്തകൾ എന്നിവയിൽ ശ്രദ്ധിച്ചാൽ ഈ സിസ്റ്റത്തെ നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ചിന്തിക്കാനായി ഒരു കാര്യം കൂടി തരാം. സമ്മർദ്ദം കുറയ്ക്കാനുള്ള വഴികൾ നമുക്കറിയാം, സഹായം എവിടെ കിട്ടുമെന്നും അറിയാം. എന്നിട്ടും സഹായം ചോദിക്കാൻ പലരെയും പിന്നോട്ട് വലിക്കുന്ന ഏറ്റവും വലിയ തടസ്സം ഒരുപക്ഷേ നാണക്കേടെന്ന ആ ഒരൊറ്റ വാക്കല്ലേ? ഈ ആഴ്ച ആ ഒരു ചിന്തയെ മാറ്റാൻ നിങ്ങളുടെ ഉള്ളിലെങ്കിലും എന്തൊരു ചെറിയ കാര്യം നിങ്ങൾക്ക് ചെയ്യാനാവും?